നമ്മൾ നിഅമത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് ശുക്ർ ചെയ്യുന്നവരാവണം. നമുക്ക് നമ്മളെക്കുറിച്ച് അറിയണം. നമുക്ക് അള്ളാഹു തന്ന നിഅമത്തുകൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണം. സൂഫിയാക്കൾക്കുള്ള മലയാളം ആത്മജ്ഞാനികൾ എന്നാണ്. അവർക്ക് സ്വന്തത്തെക്കുറിച്ച് അറിയാമെന്ന അർത്ഥം. ഏറ്റവും വലിയ മഅരിഫ ലമീറാണെന്നല്ലേ. യുക്തിവാദികളുള്ള കാലത്ത് ചിലപ്പോൾ ഹുവ അവൻ എന്ന് പറഞ്ഞാൽ എവൻ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അന ഞാൻ ആ ചോദ്യത്തിൽ ഒന്നും പറയൂല. അന ഞാൻ എന്നൊന്നും ചോദിക്കൂല. ആ അനയെക്കുറിച്ച് നമ്മൾ അറിയണം. ഹു ആം ഐ, ഞാൻ ആരാണ്? ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. എൻ്റെ അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പ്രകമ്പനം, എന്തെങ്കിലും ഒരു ഈമാനിൻ്റെ, എന്തെങ്കിലും ഒരു തഖ്വയുടെ ഏതെങ്കിലും ഒരു ശകലം ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാഹ് എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു ഖൗഫ്, ഒരു റജാ, ഒരു തഖ്വയുടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ഈമാനും തഖ്വയും അതിൻ്റെ വിത്ത് വിതറാൻ പറ്റിയ നല്ല ഭൂമിയാണ്. അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നുമില്ലാന്ന് കരുതിക്കോ. എന്നാൽ ഹൃദയത്തിലേക്ക് സെൽഫി എടുത്തിട്ട് ഉടനെ ചികിത്സിക്കണം. കറുത്ത പാറകളാണ്, വരണ്ടുണങ്ങിയ ഭൂമിയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ആ ഖൽബിനെ നമ്മൾ നന്നാക്കണം. അല്ലാഹ് ഈ വാക്ക് കേൾക്കുമ്പോഴും പറയുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് നിലവിലെ നമ്മുടെ പിക്ചർ. അതാണ് നമ്മുടെ പിക്ചർ എന്ന് പറഞ്ഞത്. ഈ പിക്ചറിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചികിത്സ ഏതാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, ചിലർ നല്ലോണം പ്രവർത്തിക്കുന്നവരായിരിക്കും സംഘടനയിൽ, സ്ഥാപനത്ത്. ചിലർ നന്നായി ഇബാദത്ത് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഉള്ളിൽ തട്ടിയിട്ടുള്ള ഇബാദത്തോ ദീനീ പ്രവർത്തനമോ ഇല്ലെങ്കിൽ ഉടനെ ചികിത്സ വേണം. സൂഫിയാക്കൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ഇബാദത്തിൽ നിനക്ക് നന്നായിട്ട് ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഉടനെ വേഗം ഒരു സെൽഫി എടുത്ത് നോക്കണമെന്ന്. പിക്ചർ ക്ലിയർ ഉണ്ടോയെന്ന് ഇങ്ങനെ സൂമാക്കി നോക്കിയാൽ മതി. ഉദാഹരണത്തിന്, പരിപാടിക്ക് പോകാൻ മൂപ്പർക്ക് നല്ല താല്പര്യം, മീറ്റിങ്ങിന് പോകാൻ ഒരു താല്പര്യമില്ല. അതെന്തോ പ്രശ്നമാണ്. മീറ്റിങ്ങിന് ഫുഡ് കിട്ടൂല, പരിപാടിക്ക് നല്ല ഫുഡ് കിട്ടും. അതിലായിരിക്കും മൂപ്പരെ പിശാച് പറ്റിച്ചിട്ടുണ്ടാവുക. കം ഹസനത്ത് ലദ്ദതൻ ലിൽ മർഇ ഖാതില മിൻ ഹൈസു ലം യദ്രി അന്നസുമ്മ ഫിദ്ദസമി. ഐസ്ക്രീമിൻ്റെ ഉള്ളിൽ വിഷം ചേർത്തിട്ട് മുകളിൽ ചുവന്ന കളർ ചെറി വെച്ചുകൊണ്ട് കൊടുക്കും പിശാച്. ഈ ചെറീസും ഐസ്ക്രീമും കണ്ടിട്ട് നമ്മൾ വീണുപോകും. ഉള്ളിൽ വിഷമുള്ളത് നമ്മൾക്കറിയാതെ പോകും. അത് വലിയ പ്രശ്നമല്ലേ? അപ്പം നമ്മൾ നമ്മളെ ചികിത്സിക്കാൻ ശ്രമിക്കണം. ഏതാണ് ആ ചികിത്സ? എന്താണ് ആ ചികിത്സ? നമുക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകളെ നമ്മൾ തിരിച്ചറിയുകയും ആ നിഅമത്തുകൾക്ക് ഏറ്റവും യോജിച്ച രീതിയിലുള്ള ശുക്ർ ചെയ്യാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യണം. ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു നിഅമത്താണ് ആരോഗ്യം. അത് ഏറ്റവും നന്നായിട്ടുണ്ടാവുന്ന കാലമാണ് യുവത്വകാലം. ഈ അനുഗ്രഹത്തിന് നമ്മൾ എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത്? വജാദൂ ബിഅംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി. മഹാന്മാരായ ബദരീങ്ങൾ, ആ മഹാന്മാർക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം, സമ്പത്ത്, അവർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചവരാണ്.
അതാണ് വേണ്ട ഒന്നാമത്തെ കാര്യം. നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ഫ്ലക്സ് കെട്ടാനും കട്ടൗട്ട് കെട്ടാനൊക്കെ മുകളിൽ കയറുന്ന പയ്യൻ വിചാരിക്കേണ്ടത് ഞാനിങ്ങനെ താഴേക്ക് ഇറങ്ങേണ്ട ഒരു ദിവസമുണ്ട് എന്നാണ്. താഴേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്കല്ല, ഗ്രൗണ്ട് ഫ്ലോറിലേക്കും അല്ല, അതിൻ്റെയും താഴെ 6 അടി മണ്ണിലേക്ക്. മോനെ, നീ കട്ടൗട്ട് കെട്ടാൻ ഇന്ന് കയറുമ്പോൾ ചിന്തിക്കേണ്ടത് അതാണ്. ഞാൻ താഴേക്ക് ഇറങ്ങേണ്ട ഒരു ദിനമുണ്ട്. ആ ദിനത്തിൽ എൻ്റെ ഫാൻസ് അസോസിയേഷൻ ആരും ഉണ്ടാവില്ല. അന്ന് ഞാൻ ഒറ്റക്കാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. അന്ന് എൻ്റെ കൂടെ ഉണ്ടാവുന്നത് ഫാൻസുകളല്ല, സെലിബ്രേറ്റ്സുകളല്ല. അന്ന് എൻ്റെ കൂടെ ഉണ്ടാവുന്നത് യത്ബഉൽ മയ്യത അമലുഹു, ഞാൻ ചെയ്ത സുഹൃതങ്ങൾ മാത്രം. ആ അമലുകളെയാണ് നമ്മൾ സുഹൃത്തുക്കളായി കൊണ്ട് നടക്കേണ്ടത്. അതാണ് നമ്മുടെ ആരോഗ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. ഇമാം നവവി റളിയല്ലാഹു അൻഹു വെറും 45 കൊല്ലം മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. 19ാമത്തെ വയസ്സിലാണ് അറിവിൻ്റെ മേഖലയിലേക്ക് സജീവ സാന്നിധ്യം ഉണ്ടാവുന്നത്. എത്ര നൂറുകണക്കിന് ഗ്രന്ഥങ്ങളല്ലേ മഹാൻ എഴുതിയത്. നവവി ഇമാമിനെ പറയാത്ത ഒരു ദിവസം ഏതെങ്കിലും ദർസിലോ ശരീഅത്ത് കോളേജിലോ ദഅവ കോളേജുകളിലോ ഉണ്ടാവുമോ? ഇല്ല. ഷാഫി ഫിഖ് മാത്രമല്ല, മറ്റ് മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങൾ വരെ നവവി ഇമാമിനെ ആധികാരിക പണ്ഡിതനായി കൊണ്ടു നടക്കുന്നു. എന്തേ? ആ ആയുഷ്കാലം, ആ ജീവിതകാലം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ തടസ്സമുണ്ടാവുന്നതിനെല്ലാം മഹാനവറുകൾ അവഗണിച്ചു. ഈ അടുത്തൊരു ഗ്രന്ഥത്തിൽ ഒരു മഹാന്റെ ചരിത്രം വായിക്കാനിടയായി. കല്യാണം കഴിച്ചിട്ട് 1ാമത്തെ രാത്രി ഭാര്യ ഉള്ള റൂമിലേക്ക് മഹാനവറുകൾ പോകുക. ഭാര്യ ഉള്ള റൂമിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് പുറത്ത് മേശപ്പുറത്തൊരു കിതാബ് കണ്ടു. ഇതുവരെ കാണാത്ത കിതാബായതുകൊണ്ട് ഒരു ആകാംക്ഷ. ആ കിതാബ് എടുത്തിട്ട് തൊട്ടിപ്പുറത്തിരുന്നിട്ട് കിതാബ് നോക്കാൻ തുടങ്ങി. നോക്കി 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 ഭയങ്കര പോയിന്റുകളും ഫായിദകളുമാണല്ലോ. നോക്കി 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 സുബി വരെ കിതാബ് നോക്കി തീർന്നു. എപ്പോൾ? 1ാം രാത്രി. ഹത്താ നസിയ സൗജത്തഹു, ഭാര്യയെ മറന്നുപോയി. അവർ അവരുടെ സമയത്തെ ചെലവഴിക്കുന്നു ഇൽമിന് വേണ്ടി. ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു ഓരോ യാത്രയിലും കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ കാർന്ന് കിതാബ് മുത്താലയും തമ്മിൽ അന്തരമുണ്ട് കേട്ടോ. കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ വരെ കിതാബ് മുത്താല ചെയ്യുന്ന ആളാ ഇമാം നവവി റളിയല്ലാഹു, ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു. നമ്മുടെ അബ്ദുള്ള ഉസ്താദ് എഴുതിയ ദഖായിഖുൽ കൻസിൻ്റെ തുടക്കത്തിൽ ഈ ആശയം കാണാവുന്നതാണ്. അവരുടെ ഒക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയം അള്ളാഹുവിന് വേണ്ടി അവർ ചെലവഴിച്ചു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിഅമതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറും മിനൻ നാസ്. ആഖിറത്തിൽ അധികാളും പരാജയപ്പെടുന്ന വിഷയം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി. ഇതൊക്കെ നോക്കുമ്പോൾ അധികാളും കൊമേഴ്സിൽ പരാജയപ്പെടുന്നത് ഏതിലാ? അക്കൗണ്ടൻസിക്ക് അല്ലേ? എന്ന പോലെ ആഖിറത്തിൽ നോക്കുമ്പോൾ അധികാളും പരാജയപ്പെട്ട 2 ടോപ്പിക്ക്: ആരോഗ്യ സമയം, യുവത്വം, ഫിഫ വേൾഡ് കപ്പ്. സെക്കൻഡ് സമയം, ഒഴിവ് സമയം. ലാസ്റ്റ് സീൻ ടുഡേ വാട്സപ്പ് 12:36. ഈ വിഷയത്തിലാണ് അധികാളും പരീക്ഷയിൽ തോക്കൽ. ഇവിടുത്തെ ബയോളജി, കെമിസ്ട്രിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് സേപ്പരീക്ഷയിലുണ്ട്, ആഖിറത്തിൽ അതില്ല. ഇമ്പ്രൂവ്മെൻറ്റ് സേപ്പരീക്ഷയൊക്കെ എഴുതാൻ പോയിക്കോട്ടെ എക്സാം സെൻറ്ററിൽ നിന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും. ആഖിറത്തിൽ നരകത്തിലെത്തിയ മനുഷ്യൻ അള്ളാൻ്റെ അടുത്ത് ചോദിക്കും, എന്നെ ഒന്ന് ദുനിയാവിലേക്ക് തിരിച്ചേക്കോന്ന്. എന്തിനാണാവോ? എന്തിനാ? അള്ളാൻ്റെ ചോദ്യം എന്തിനാ? ഞാൻ പിന്നെ ദുനിയാവിലെത്തിയിട്ട് നന്നായിക്കോളാം എന്ന് പറഞ്ഞാൽ ശരിക്കും പഠിച്ചിട്ട് പരീക്ഷ എഴുതിക്കോളാം.
അപ്പോൾ അള്ളാഹു ചോദിക്കും എത്രാം വയസ്സിലാണ് മരണപ്പെട്ടെ? എത്ര 38 വയസ്സിൽ പെട്ടെന്ന് ആക്സിഡൻറ്റിൽ മരിച്ചു പോയതുകൊണ്ടാണ്. ഓ പാവം, 38 വയസ്സിലാണ്. അതേ 38 വയസ്സിലുള്ള അബ്ദുള്ളയും റിയാസും ഫവാദും അതല്ലേ സ്വർഗത്തിൽ? ഒരു ആക്സിഡൻ്റ് അല്ല, സാധാ മരണാന്നല്ല. വയസ്സ് 38 കിട്ടിയിട്ടുള്ളൂ. മറ്റാൾക്ക് എത്ര വയസ്സ്? കുറേ നേരമല്ല സൗണ്ടാക്കുന്നു. എത്രേ? 25 മരിച്ചോണ്ടാ. 24 വയസ്സുള്ള ചെറുപ്പക്കാരതാണ് സ്വർഗത്തിൽ. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. സൂറത്തു ഫാത്തിർ. നിൻ്റെ അതേ ആയുഷ്കാലമുള്ള എത്ര ആളതാണ് സ്വർഗത്തിൽ? ദുനിയാവിലേക്ക് തിരിച്ചു പോകണം പോലും. അല്ലാ, എല്ലാ മനുഷ്യന്മാരും മരണപ്പെടുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? എന്താ ചോദിക്കുക? അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത് മരണം മുന്നിൽ കണ്ടാൽ ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയം തരാവോ എന്ന്. ഏത് സമയം? സ്റ്റാറ്റസിൽ, വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ, സ്നാപ്ചാറ്റിങ്ങിൽ കളഞ്ഞു തീർത്ത സമയം തരാവോ എന്ന് അവിടെ ചോദിക്കും. എന്തേ? ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ നന്നായിക്കോളാം. എപ്പോൾ ചോദിക്കുന്നത്? മരണപ്പെടുമ്പോൾ. പരലോകത്തെത്തിയിട്ട് ഒരു മനുഷ്യൻ ചോദിക്കുന്നത് എന്താ? എനിക്ക് കുറച്ചെന്താ വേണ്ടേ? ഫുഡോ, വീടോ, വണ്ടിയോ, പിന്നെ ഭാര്യ, പിന്നെന്താ വേണ്ട? ഒച്ചത്തിൽ പറയും. എന്തേ? സമയം. എല്ലാവരും അന്ന് ചോദിക്കൽ സമയം. സ്വർഗത്തിൽ ഒരു മനുഷ്യനെത്തിയാൽ ടെൻഷൻ ഉണ്ടാവില്ല. അഥവാ ടെൻഷൻ അടിക്കുന്നെങ്കിൽ ഏത് വിഷയത്തിലാണ് ടെൻഷൻ ഉണ്ടാവില്ലെന്നറിയാം? സമയം വെറുതെ കളഞ്ഞതിൽ. ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം സമയത്തിന് വിലയില്ല എന്നുള്ളതാണ്. ആർക്കാ വില? സമയത്തിനൊരു വിലയും കൽപ്പിക്കാത്ത കാലം. അള്ളാഹു ഒരാളെ പരിഗണിച്ചതിൻ്റെ അടയാളമാണ് സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. നമുക്കെന്താ പണി? ബാക്കിയുള്ള ആളെ സ്റ്റാറ്റസ് വരുതൽ. ഒന്ന്, എൻ്റെ സ്റ്റാറ്റസ് ആരെല്ലാം നോക്കൽ. ഒരു പണിയുമില്ലല്ലോ, അത് വേറെ പണി. എന്തിനാണ് ഒരു സ്റ്റാറ്റസിൽ 30 സെക്കൻഡായി? നമുക്ക് ആ 30 സെക്കൻഡിൻ്റെ വില മനസ്സിലാണെങ്കിൽ, ഞാനതാ പറഞ്ഞ വില മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന്. ട്രാഫിക്കിൻ്റെ ഇനി 30 സെക്കൻഡ് ട്രെയിൻ മിസ് ചെയ്യും, എന്താ ചെയ്യുക? ആ 30 സെക്കൻഡ് ഇന്നലെ രാത്രി 50 ആളെ സ്റ്റാറ്റസ് നോക്കിയിട്ട് തീർത്തത്. ആ 50 × 30 ഒന്ന് കണക്കൂട്ടിയേക്ക്. അത് റെയിൽവേയിലേക്ക് ഓടുന്ന സമയത്ത് ട്രാഫിക് ലൈറ്റിൽ കുടുങ്ങിയാൽ ഇനി 29 സെക്കൻഡ്, 28, 25, എന്താ ചെയ്യ അല്ലേ? പക്ഷെ അത് ബാക്കിയുള്ള ആളെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല, വിലയില്ല. മോനെ, ഈ 30 സെക്കൻഡ് കൊണ്ട് നിനക്ക് സ്വർഗം വാരിക്കൂട്ടാൻ പറ്റും. അതാണ് ഇബ്നുൽ ജൗസി തങ്ങൾ ഹിഫ്ളുൽ ഉംറ എന്ന കിതാബിൽ പറഞ്ഞത്. ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ എങ്ങനെയാണ് സമയം കളയുന്നത്? ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു മരം അല്ലാഹു നൽകും. ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ ചൊല്ലാൻ 2-3 സെക്കൻഡേ വേണ്ടതുള്ളൂ. 30 സെക്കൻഡിൻ്റെ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് 15 മരങ്ങൾ സ്വർഗത്തിൽ നിനക്ക് വെച്ച് പിടിപ്പിക്കാം.